നമസ്കാരം. എല്ലാവർക്കും 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലേക്ക് സ്വാഗതം. മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സാഹിത്യമഞ്ജരിയിലെ ഒരു ചെറിയൊരു ഭാഗമാണ് എൻ്റെ ഗുരുനാഥൻ എന്ന ഈ കവിത. മഹാത്മാഗാന്ധിയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ച് എല്ലാം വളരെ ആഴത്തിൽ വിശദീകരിക്കുന്ന ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി നമുക്ക് ഇനി എടുക്കാം. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാടിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. തത്ര ഭവൽപാദമൊരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ സുവചനൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവൻ വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. സാഹിത്യമഞ്ജരിയിലെ 4ാം ഭാഗത്തിലെ ഒരു എൻ്റെ ഗുരുനാഥൻ എന്നുള്ള കാവ്യഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇത്. മഹാത്മാഗാന്ധിയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയാണ്. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും, ക്രിസ്തു ഭഗവാന്റെ പരിത്യാഗശീലം. അപ്പോൾ എല്ലാ ഗുണങ്ങളിലും ഒരാളിൽ കാണാമെന്നാണ് പറയുന്നത്. ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ചാണ്. ത്യാഗമൂർത്തിയാണ് ക്രിസ്തുദേവൻ. അപ്പോൾ ആ ക്രിസ്തുദേവൻ്റെ ആ ത്യാഗശീലം, പരിത്യാഗശീലം മഹാത്മാഗാന്ധിയിൽ കാണാം. സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, ഗീതോപദേശം നൽകിയ ശ്രീകൃഷ്ണൻ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ് അവതാരം ചെയ്തത് തന്നെ. ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു കടമയാണ് ശ്രീകൃഷ്ണനുണ്ടായിരുന്നത്. അപ്പോൾ ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു കടമയും നമ്മുടെ മഹാത്മാവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ബുദ്ധൻ്റെ അഹിംസയും, ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ അഹിംസയ്ക്ക് പേര് കേട്ടവനാണ്. അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാതലായ ധർമ്മം. രന്തിദേവൻ്റെ ദയാവായ്പും, രന്തിദേവൻ്റെ ദയ, സ്വന്തം ശരീരം പോലും അറുത്തുകൊടുത്ത് അത്രമാത്രം മറ്റ് ജീവികളെ രക്ഷിച്ച ആളാണ് രന്തിദേവൻ. ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും, സത്യത്തിന് അത്രയധികം പ്രാധാന്യം കൊടുത്തതാണ് ഹരിശ്ചന്ദ്രൻ. സത്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുത്തയാളാണ് ഹരിശ്ചന്ദ്രൻ. മുഹമ്മദിൻ സ്ഥൈര്യവും, മുഹമ്മദ് നബിയുടെ ആ ഒരു സ്ഥിരത ഇതെല്ലാം ഒരാളിൽ ഒത്തുകാണണമെങ്കിൽ അത് എൻ്റെ ഗുരുവിൻ്റെ സമീപം ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, നികടം സമീപം, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവൻ. ഈ ഗുണങ്ങളെല്ലാം ഒരാളിൽ ഒത്തുചേർന്ന് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും സർവ്വ ഗുണങ്ങളും, ഈ മഹാന്മാരുടെ എല്ലാം സർവ്വഗുണങ്ങളും ഒരാളിൽ ഒത്തുചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. തത്ര ഭവൽ പാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ. അദ്ദേഹത്തിൻ്റെ ആ പാദം ഒരിക്കൽ പാദദർശനം കിട്ടിയാൽ തന്നെ കാതരനായിട്ടുള്ളവൻ ധീരനാവും.
കാതരൻ എന്ന് പറഞ്ഞാൽ ഭയമുള്ളവൻ. കാതരൻ ഭയമുള്ളവൻ ധീരനായി മാറും. കർക്കശൻ കൃപാവശൻ, എല്ലാ ജീവികളോടും കർക്കശമായി പെരുമാറുന്നവൻ കൃപയുള്ളവനായിത്തീരും. പിശുക്കൻ പ്രധാനോൽക്കൻ, അവൻ പിശുക്കനാണെങ്കിൽ അവൻ എല്ലാം നൽകുന്ന ആളായിരിക്കും. പ്രധാനോൽക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാം നൽകുന്നവൻ, കൈയയച്ച് നൽകുന്നവൻ. പിശുക്കൻ ഒന്നും കൊടുക്കാത്തവനാണ്. അതേസമയം പ്രധാനോൽക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുക്കുന്നവനാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവൻ. പിശുനൻ സുവചനൻ, പിശുനൻ എന്ന് പറഞ്ഞാൽ മോശം വാക്ക് പറയുന്നവനാണ് പിശുനൻ. അവൻ സുവചനനായി മാറും, നല്ല വാക്കുകൾ പറയുന്നവനാവും. അശുദ്ധൻ പരിശുദ്ധൻ, അവൻ അശുദ്ധനാണെങ്കിൽ അവൻ പരിശുദ്ധനായി മാറും. അലസൻ സദായാസൻ, അവൻ അലസനാണെങ്കിൽ, അവൻ മടിയനാണെങ്കിൽ സദായാസൻ, അവൻ്റെ മടിയെല്ലാം മാറി കർമ്മനിരതനാവും അവൻ. സദായാസൻ, എപ്പോഴും കർമ്മനിരതനായിട്ടുള്ളവനാണ് സദായാസൻ. അപ്പോൾ അദ്ദേഹത്തെ, മഹാത്മാവിനെ ഒന്ന് കണ്ടാൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ആ പാദം ദർശനം ഒരിക്കൽ കിട്ടിയാൽ തന്നെ കാതരൻ ഭയമുള്ളവൻ ധീരനാവും, അവൻ കർക്കശനാണെങ്കിൽ കൃപാവശനാവും, പിശുക്കൻ നൽകുന്നവനാകും, മോശം വാക്ക് പറയുന്നവൻ നല്ല വാക്ക് പറയുന്നവനാകും, അശുദ്ധൻ ആണെങ്കിൽ അവൻ പരിശുദ്ധനാകും, അവൻ അലസനാണെങ്കിൽ കർമ്മനിരതനാവും. അങ്ങനെ അവനാകെ മാറിമറിയും. അത്രയ്ക്ക് മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാദദർശനം ഒന്നുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ നന്മയുടെ ആ ഏറ്റവും ഉയർച്ചയിൽ എത്തും. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഗീതയ്ക്കു മാതാവായ ഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതമാണ്. ഭഗവത്ഗീത ഭാരതത്തിലാണ് ഉണ്ടായത്. ഭാരതം എന്ന് പറഞ്ഞാൽ, ഭാരതത്തിൽ വന്ന് പിറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമാണെന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർമ്മക്ഷേത്രമായ ഈ കുരുക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ഈ ഗീത ഉത്ഭവിച്ച, ഭഗവത്ഗീത ഉദയം കൊണ്ട ഈ ഭൂമിയിൽ മാത്രമേ, ഭാരതത്തെ പോലുള്ള ഒരു പരിപാവനമായ രാജ്യത്ത് മാത്രമേ ഇതുപോലൊരു കർമ്മയോഗി ജനിക്കുകയുള്ളൂ. അത് ഭാരതത്തിൻ്റെ പുണ്യമാണെന്ന്. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമായി ശീലിച്ചിഴും ഇത്തരം സിംഹത്തിനെ. ഹിമവാനും വിന്ധ്യാചലവുമുള്ള ഈ മധ്യദേശത്ത് മാത്രമേ കാണുകയുള്ളൂ ശമം മാത്രം ശീലിച്ച ഇത്തരം സിംഹത്തിനെ. ശമം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അടക്കം വന്നവൻ. അപ്പോൾ ഹിമവാനും വിന്ധ്യാചലവുമൊക്കെ ഉള്ള ആ പർവ്വതങ്ങളുള്ള പുണ്യപർവ്വതങ്ങളുള്ള വിന്ധ്യാപർവ്വതം, ഹിമവാൻ, ഇതൊക്കെ ഇന്ത്യയുടെ ആ ഒരു സ്വകാര്യ അഹങ്കാരങ്ങളാണ്, ഇന്ത്യയുടെ സ്വത്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുണ്യമാണിതൊക്കെ. അങ്ങനെയുള്ള ഈ പർവ്വതങ്ങളുള്ള, അത്രയും ഔന്നിത്യമുള്ള പർവ്വതങ്ങളുള്ള, പുണ്യമുള്ള പർവ്വതങ്ങളുള്ള ഈ നമ്മുടെ ദേശത്ത് മാത്രമേ ശമം മാത്രം ശീലിച്ചിരുന്ന ഇത്തരം സിംഹത്തിനെ കാണാൻ കഴിയൂ. അത്രയും ആ ഒരു മഹത്വമാണ് മഹാത്മാഗാന്ധിക്ക് ഉള്ളത്. ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദവമുണ്ടായി വരൂ. ഗംഗയൊഴുകുന്ന നാട്ടിൽ, ഗംഗ പുണ്യനദിയാണ് ഗംഗ. അപ്പോൾ ഹിമവാനിൽ നിന്നും ഉത്ഭവിച്ച് എല്ലാറ്റിനെയും പവിത്രമാക്കുന്ന, സർവ്വതിനെയും പവിത്രമാക്കുന്ന, സർവ്വതിൻ്റെയും പാപങ്ങൾ കളയുന്ന ആ ഒരു ഗംഗയൊഴുകുന്ന നാട്ടിൽ, ആ പുണ്യ നാട്ടിൽ മാത്രമേ ഇത്തരമുള്ള ഒരു മഹാൻ ജനിക്കുകയുള്ളൂ. മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. ഇങ്ങനെ ഗംഗ ഒഴുകുന്ന ഈ ഭാരതഭൂമിയിൽ മാത്രമേ മംഗളം കായ്ക്കുന്ന ഈ കൽപ്പവൃക്ഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഭാരതത്തിൻ്റെ പുണ്യമാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് ഈ ഭാരതത്തിൽ വന്ന് പിറന്നത് നമ്മുടെ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ പോലുള്ള ഒരു പുണ്യഭൂമിയിൽ മാത്രമേ ഇത്തരമുള്ള ഒരു മഹാൻ ഒന്ന് ജനിക്കുകയുള്ളൂ. അത് നമ്മുടെ പുണ്യമാണെന്നാണ് വള്ളത്തോൾ നാരായണ മേനോൻ പറയുന്നത്. നമുക്ക് ഈ ഭാഗം ഒന്നുകൂടി വായിക്കാം. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും
ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിലല്ലായിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഹാ തത്ര ഭവൽപാദമൊരിക്കൽ ദർശിച്ചെന്നാൽ കാതരനതിധീരൻ കർക്കശൻ കൃപാവശൻ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ സുവചനൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ. ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാതപമുണ്ടായി വരൂ. നമുക്കിനി അതിൻ്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.